പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടേണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. നല്ല ദേവനേ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിയിടേണമേ. സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇനി പുതുതായി ആരംഭിക്കാൻ പോകുന്ന ബാച്ചിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. വിശുദ്ധ വേദപുസ്തകം എഴുതിയ ഭാഷയിൽ പ്രധാനമായിട്ട് 3 ഭാഷകളാണ്. ലാർജ് മജോറിറ്റി, മോർ ദാൻ 80% ഈ യഹൂദന്മാരുടെ സംസാര ഭാഷയായ വിശുദ്ധ എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു ചെറിയ % അരാമിക്കിൽ എഴുതിയിട്ടുണ്ട്, ബാക്കി ഗ്രീക്കിലും. അപ്പം ഈ ഭാഷകളിൽ എഴുതിയ അതേ ഭാഷയിൽ അത് വായിച്ച് പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്നതാണ് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന പ്രോഗ്രാം. അത് ബുക്സ് ബൈ ബുക്സ് ആയിട്ടാണ് പഠിക്കുന്നത്. അതിനൊരു സിസ്റ്റമാറ്റിക് പാറ്റേൺ ഉണ്ട്. ആദ്യം അതിൻ്റെ മുഖവരകൾ, അതിൻ്റെ എബ്രായ പശ്ചാത്തലം, ഭാഷാ പശ്ചാത്തലം, പിന്നെ അതിൻ്റെ ജിയോഗ്രാഫിക്കലായ പശ്ചാത്തലങ്ങൾ, ടോപ്പോഗ്രഫി, അതിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം പഠിപ്പിക്കും. എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിറ്റിൽ ജൂവിഷ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാം. 40 എഴുത്തുകാർ, അതിൽ 39 പേര് യഹൂദന്മാരും ഒരാൾ യഹൂദമതത്തിലോട്ട് മാറിയ ആളുമായിരുന്നു. അവരെഴുതിയ ഒരു പുസ്തകമാണത്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയാം. അതാണ് അതിൻ്റെ ഡിസിപ്ലിൻ. ഹ്യൂമാനിറ്റീസിൽ എഴുതിയ പുസ്തകമാണത്. അപ്പോൾ അത് വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും അവർ തന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. എൻ്റെ എഴുത്തുകാർ, അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴേ ആ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചർ നമുക്കൊരു മാനുവൽ തരുമല്ലോ, ഇതെങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളതിന്. ഇതുപോലെയാണ് വിശുദ്ധ വേദപുസ്തകം. അത് എഴുതിയ ആൾക്കാർ, അതായത് ജൂയിഷ് സേജസ്, ഇതെങ്ങനെ വായിക്കണമെന്ന് തന്നെ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. 4 സ്റ്റേജസിലായിട്ടാണ് ഇത് പുസ്തകം നമ്മൾ വായിക്കേണ്ടത്. ഹൗ ടു റീഡ് ദ ബൈബിൾ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആൾക്കാരോട് ചോദിച്ചാൽ അത് തുറന്ന് വായിച്ചാൽ പോരാ എന്ന് പറയും. അതൊന്നും മനസ്സിലാകാത്തത്. അങ്ങനല്ല, അത് വായിക്കുന്നതിന് വേണ്ടി 4 സ്റ്റേജസ് ഉണ്ട്, 4 ലെവൽസ് എന്ന് പറയും. ശരിക്കും അതിൻ്റെ പശ്ചാത്ത് ലെവൽ, അതിൻ്റെ റെനസ്റ്റ് ലെവൽ, ഡാർഷൻ ലെവൽ, സോഡ് ലെവൽ, ഇങ്ങനെ 4 ലെവൽസിലാണ് വേദപുസ്തകം വായിക്കേണ്ടത്. പിന്നെ ഇത് പഠിപ്പിക്കേണ്ട ലെവലുണ്ട്. ഇത് ഒരു ബുക്കായിട്ടാണ് പഠിപ്പിക്കേണ്ടത്. വിശുദ്ധ വേദപുസ്തകം ഒരു ബുക്കാണ്, വേദപുസ്തകങ്ങളല്ല, പുസ്തകം, ഒരു പുസ്തകം. അത് അതിൻ്റെ എൻറ്റയറിറ്റിയിൽ എടുക്കണം നമ്മളത്. എന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഉൽപ്പത്തി പോലും വെളിപ്പാട് വരെ വായിച്ച് പഠിപ്പിക്കുന്നു പറഞ്ഞാൽ അതല്ല എൻ്റെ രീതി. അങ്ങനെ വായിച്ചാൽ ഒന്നും വലിയ പിടിയൊന്നും ആർക്കും കിട്ടുന്നതില്ല. ചിലർക്കൊക്കെ കിട്ടുമായിരിക്കും, അത് കുഴപ്പമില്ല അവർക്ക്. നമ്മൾ പഠിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ മുഖവരകളൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ 4 സുവിശേഷങ്ങളും അത് ഒരു ഇൻസിഡൻ്റ്, ഒരു സ്റ്റോറി ആയിട്ട് എടുക്കണം. ഞാനതിനെ ബേത്ത്ലഹേം ടു മൗണ്ട് ഒലീവ് എന്ന് പറയും. ഒരു 100 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 വീഡിയോസ് ഉണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ തൻ്റെ കൂടെ നടക്കുക, താൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, താൻ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുക, താൻ നിൽക്കുന്നവർക്ക് നിൽക്കുക, താൻ ആരോടാണ് സംസാരിച്ചത് അവരെ പറ്റി മനസ്സിലാക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എല്ലായ്പ്പോഴും ഒരേ ഭാഷയല്ല സംസാരിച്ചിരുന്നത്, ഒരേ ആളുകളല്ല സംസാരിച്ചിരുന്നത്. ഒരേ കാര്യം 2 പേരോട് പറയുമ്പോൾ 2 രീതിയിലേ പറയത്തുള്ളൂ. കാരണം തൻ്റെ കേൾവിക്കാരാരാണെന്ന് മനസ്സിലാക്കിയേ സംസാരിക്കത്തുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുന്നത്. കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവ് സംസാരിച്ച ഭാഷയിൽ അവിടെ താൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി
നമുക്കെന്ത് മനസ്സിലായെന്നുള്ളതല്ല, താൻ എന്ത് ഉദ്ദേശം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പം നിന്റെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ ഭംഗിയുള്ളതായിരിക്കും. ഇത് കേട്ടുകൊണ്ട് നമ്മളെന്തറിയാമോ, കണ്ണിൻ്റെ ഭംഗികളെ പറ്റി പ്രശ്നം. കണ്ണെങ്ങനെ ഭംഗിയാക്കാൻ കഴിയും? ഏത് തരം കണ്ണുകളുണ്ട്? പുരിഞ്ചൻ കണ്ണ്, കോങ്കം കണ്ണ്, പിന്നെ മറ്റേ കണ്ണ്, മറിച്ചേ കണ്ണ്, ഇങ്ങനെ കണ്ണുകളെ പറ്റി പറയാം. ഒരു പ്രസംഗ വിഷയമാണ് നമുക്ക്. അവിടെ കർത്താവ് കണ്ണെന്നേ അല്ല ഉദ്ദേശിച്ചത്, അതൊരു ഹീബ്രു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഔദാര്യ മനസ്കനെന്ന, പിശുക്കനാകരുതെന്ന. അയിൻ തോവ് എന്ന് പറഞ്ഞാൽ ധാരാളമായി സാധുക്കൾക്ക് വേണ്ടി കൈ തുറക്കുക. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന. സാധുക്കളെ കാണുമ്പം 5 പൈസ കൊടുക്കാത്ത അർക്കീസ് ആണെങ്കിൽ നീ ഗുണം പിടിക്കത്തില്ലെന്ന കർത്താവ് പറഞ്ഞേ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന് താൻ സംസാരിച്ച ഭാഷ മുഴുവൻ പഠിച്ച്, താൻ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കി, താൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് മനസ്സിലാക്കി, കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുക, വാക്കിംഗ് വിത്ത് ജീസസ്. ഇതാണ് നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനമാണ്. നിങ്ങൾ ചോദിച്ചേക്ക് എന്തിനാ യാക്കോബിൻ്റെ ലേഖനം പഠിക്കുന്നത്? ശരിക്കും വേദശാസ്ത്രികൾക്ക് ഇഷ്ടമല്ലാത്ത പുസ്തകമായി യാക്കോബിൻ്റെ ലേഖനം. ഇപ്പം നമ്മുടെ പ്രൊട്ടസ്റ്റന്റാനിസത്തിൻ്റെ ഉപജ്ഞാതാവായ മാർട്ടിൻ ലൂഥർ, താൻ്റെ സെമിനാറിലെ അധ്യാപകനായിരുന്നു ദീർഘവർഷങ്ങൾ. താന് പ്രൊഫസറായിരുന്ന വിട്ടൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ താൻ പറഞ്ഞു, യാക്കോബിൻ്റെ ലേഖനം ഞാൻ പഠിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇത് ബൈബിൾ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ, ഈ പുള്ളി സ്ഥാപിച്ചിടത്താന്ന് നമ്മൾ ഇന്ത്യക്ക് നിങ്ങൾ ചിന്തിച്ചു പോകും. നമ്മളെ പഠിച്ചു വരും ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും കേട്ടോ. യാക്കോബിൻ്റെ ലേഖനം എന്ന് പറഞ്ഞാൽ തൂണായ യാക്കോബ് എന്നല്ലേ പറയുന്നത്. യാക്കോബാണ് നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് ഡോക്ടറിൻ്റെ അടിത്തറയിടുന്നത്, ഫൗണ്ടേഷൻ കെട്ടുന്നത്. ബേസ്മെന്റ് യാക്കോബായിരുന്നു സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് കേട്ടോ. അല്ല, പത്രോസ് അല്ല. ദ ഫസ്റ്റ് പോപ്പ് എന്ന് വിളിക്കണമെങ്കിൽ യാക്കോബിനെ വിളിക്കേണ്ടത്. കർത്താവിൻ്റെ സഹോദരനായിരുന്നു യാക്കോബ്. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനമാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ഡോക്ടറിൻ്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ വീട് പണിയുമ്പോഴാണ് ബേസ്മെന്റ് പണിതിട്ടാണ്. അടുത്ത് ഓരോ കല്ല് വെക്കുമ്പോഴും ഈ പ്ലം ലൈൻ കൊണ്ട്, തൂക്കുകെട്ട് കൊണ്ട് ആ കല്ലുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ മേളിൽ ഉത്തരം വെക്കാനൊക്കത്തില്ല. ഇതുപോലാണ് യാക്കോബിൻ്റെ ലേഖനവുമായിട്ട് എങ്ങനെ അലൈൻ ചെയ്യുന്നു ബാക്കിയുള്ള മുഴുവനും ന്യൂ ടെസ്റ്റ്മെന്റും എന്നാ പഠിക്കേണ്ടത്. അത് അല്ലെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകും. ഒരിടത്ത് പറഞ്ഞല്ല മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആശയക്കുഴപ്പമാണ്, ഭയങ്കര ആശയക്കുഴപ്പമുണ്ടാകും. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം എന്ന മൂലക്കല്ല് വെച്ചിട്ട് അതിനോട് അലൈൻ ചെയ്ത് പഠിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം വരെ വരുന്നു. ഇതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കുന്ന രീതി. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് പൗലോസ് ആദ്യം എഴുതിയ തെസ്സലോനിക്ക ലേഖനങ്ങളാണ്. ദാറ്റ്സ് എ റൂട്ട്. വന്ന് നിർത്തുന്നതോ പൗലോസിൻ്റെ അവസാന ലേഖനങ്ങളായ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. അവിടെ വരുമ്പോഴത്തേക്കും വേറൊരു ലോകമാണ്. ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ വേറൊരു ലേഖനമാണ്. ഇത് രണ്ടും ഒരാളാന്ന് എഴുതുപോലും ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും ഡിഫറൻസ് ഉണ്ട്. അതിനുശേഷം അന്ത്യകാല പ്രവചനങ്ങൾ പഠിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വിശുദ്ധ പഴയ നിയമത്തിലേക്ക് പോവുക. ഇങ്ങനെ ഹോൾ ബൈബിൾ അതിൻ്റെ ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ ഒരു മനുഷ്യൻ്റെ അഭിപ്രായം നമ്മൾ പറയത്തില്ല. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് എന്തോ വേണം വിശ്വസിക്കാം, എന്തോ വേണം മനസ്സിലാകാതിരിക്കാം. തിരുവെഴുത്ത് എന്ത് പറയുന്നു? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഏറ്റവും നല്ല ബൈബിൾ അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒന്ന്, ആദിയിൽ എങ്ങനായിരുന്നു, വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഇൻ ദ ബിഗിനിങ്. രണ്ടാമത്തത്, അവിടെ എന്ത് എഴുതിയിരിക്കുന്നു, അല്ലേ, അവിടെ എന്ത് എഴുതിയിരിക്കുന്നു. 3, നീ എന്ത് വായിക്കുന്നു, തിരുവെഴുത്ത് എന്ത് പറയുന്നു. നിനക്ക് എന്തോ മനസ്സിലായെന്ന് ചോദിച്ചിട്ടില്ല. നിന്റെ അഭിപ്രായം എന്താന്ന് കർത്താവ് ചോദിച്ചുമില്ല ആരോടും. ഇവൻ്റെ ആരുടെ അഭിപ്രായം കർത്താവിനോട് കേൾക്കുകയും വേണ്ട.
എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞില്ല, മറിച്ച് തിരുവഴുത്തുകളെ പൊരുൾ തിരിച്ചു കൊണ്ടിരുന്നു. തിരുവഴുത്തുകളെ തെളിയിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സംഭവിച്ചെന്താ? അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ക്ലാസ്സുകളിൽ അത്രേ ഉള്ളൂ, തിരുവഴുത്തുകളെ പൊരുൾ തിരിക്കുക. അപ്പോൾ തിരുവഴുത്ത് എന്ത് പറയുന്നു, ബാക്കി ഒന്നും നമുക്ക് പ്രശ്നമല്ല. ആരൊക്കെ വേദശാസ്ത്രികൾ ഒരു വലിയ വലിയ ആൾക്കാരാണെന്നേ, വ്യാഖ്യാന പുസ്തകങ്ങൾ കണ്ട് നിങ്ങൾക്ക് തല കറങ്ങി ഓടി. എനിക്ക് അന്ന് ഒരെണ്ണം കയ്യിലെടുത്ത് പൊക്കാൻ പോലും വയ്യ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരെണ്ണം എടുത്ത് കാണിക്കായിരുന്നു. എൻ്റെ ദൈവം എന്തുവാ ഇത്? ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച കാലത്തെ പുസ്തകങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടോ. എന്തോ എടുത്താ പൊങ്ങുമോ? അതിൽ വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സ്വർഗത്തിൽ ഒന്നും എടുക്കത്തില്ല. കാരണം ദൈവം, പൗലോസ് പറയാണ്, എൻ്റെ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുന്നത്. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം ഉണ്ടല്ലോ, തൻ്റെ വചനപ്രകാരം. ഒരു വേദശാസ്ത്രിയുടെയും വ്യാഖ്യാനം അനുസരിച്ച് ദൈവം ന്യായം വിധിക്കുന്നില്ല. ഒരു വേദശാസ്ത്രീയ വാക്യത്തെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു ദൈവത്തിന് അറിയാൻ വേണ്ട. ദൈവത്തിന് എന്തറിഞ്ഞാൽ മതി? തൻ്റെ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അറിഞ്ഞാൽ മതി. അതിനനുസരിച്ചാണ് ന്യായം വിധിക്കുന്നത്. സ്നാനപ്പെട്ടിൻ്റെ ആവശ്യമില്ല എന്ന് 100,000 വേദശാസ്ത്രികൾ പൊരുൾ തിരിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെങ്കിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ സ്നാനപ്പെട്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ല സ്നാനത്തെ പറ്റിയുള്ള വേദശാസ്ത്രിയുടെ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പം നമ്മൾ ഈ വേദശാസ്ത്രികളെ എല്ലാം ബഹുമാനത്തോടെ നമസ്കരിച്ച് മാറ്റിവെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തിരുവഴുത്തുകളിലേക്ക് തിരിയുന്നു. ഇങ്ങനെ 3 വർഷം കൊണ്ട് തിരുവഴുത്തുകൾ നമ്മൾ പഠിച്ചു തീർക്കുക. മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് തരും. മിനിമം 5 വീഡിയോ തരും. ആ വീഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, അത് കേട്ടിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, ക്വസ്റ്റ്യൻസ്, ഫർദർ എക്സ്പ്ലനേഷൻ എന്നോട് ചോദിക്കണം. ചോദിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും. ഇതാ ഇത്ര പേര് ഇന്ന സംശയം ചോദിക്കുന്നു, അത് ഇന്നതാണെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. സോ ഇറ്റ്സ് എ മിക്സർ ഓഫ് ദ ഓൾഡ് ആൻഡ് ദ ന്യൂ എന്ന് പറയുമ്പം, ഓൾറെഡി ഞാൻ പണ്ട് റെക്കോർഡ് ചെയ്തതിൽ 1 വർഷമായുള്ളൂ. റെക്കോർഡ് ചെയ്ത വീഡിയോസും നിങ്ങളുടെ സംശയം ക്ലിയർ ചെയ്യുന്ന പുതിയ വീഡിയോസും കൂടെയുള്ള ഒരു മിക്സ്ചറാണ് നമ്മുടെ ക്ലാസ്സസ്. ഇനി അടുത്തത്, ഇതിന് റിട്ടൺ എക്സാമിനേഷൻ ഇല്ല. എന്താ ഇല്ലെന്നറിയാമോ? നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് ബൈബിൾ പഠിച്ചിട്ട് ആരുടെയും കടലാസ് കൊടുത്തില്ല ആൻസർ ചെയ്താൽ. കാരണം വിശുദ്ധ വേദപുസ്തകം അറിയാമോ ഇല്ലയോ എന്നുള്ളതിന് തെളിവ് നമ്മുടെ ജീവിതമാണ്, ലൈഫിലാണ് ഇത് തെളിയിക്കേണ്ടത്. ഇപ്പം ഡോക്ടറിൻ്റെ ഓഫ് ഹോളിനെസ് പഠിപ്പിക്കും, സിലബസിൻ്റെ പാർട്ടാണ്. എന്നിട്ട് ഒരു ആൻസർ എഴുതാൻ പറഞ്ഞു. ഒരാൾ 2 പേജിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഹോളിനെസ് പറ്റി എഴുതി കഴിഞ്ഞ് നമ്മൾ ഇരുന്നങ്ങ് ഒരു അത്ര വലിയ ആൻസറാണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ വീഡിയോ വലിച്ചിട്ട് വഴി നടക്കുക. ജീവിതത്തിൽ ഹോളിനെസ് ഇല്ല, ആൻസർ ഷീറ്റെല്ലാം ഉണ്ട്, ഒരു കാര്യമില്ല. വചനം പഠിക്കുന്നത് ഈ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച്, ഈ വചനം നമുക്ക് ഡെയിലി ബ്രെഡായിട്ട് പോഷിപ്പിക്കുന്ന വചനം മാറി, ഈ വചനം നമുക്ക് പ്രചോദനം തരുന്ന, ആത്മീയമായ ദൂതുകൾ തരുന്ന റീമയായിട്ട് മാറി, ഈ വചനം നമ്മെ ദൈവപ്രകാരം രൂപാന്തരപ്പെടുത്തിയെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടെത്തിക്കുന്നതിനാണ്. അവിടെ ചെല്ലുമ്പം വി ഓൺലി പ്രസന്റ് എ ലൈഫ് that is refashioned on the anvil of the word of God. ദൈവവചനമെന്ന അടകല്ലിന്മേൽ വെച്ച് അടിച്ച് പരത്തി വൃത്തിയാക്കി ഷേപ്പ് ചെയ്ത നമ്മുടെ ലൈഫാണ് ദൈവസന്നിധിയിൽ കാഴ്ചവെക്കേണ്ടത്. MTHൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ആരും ഇവിടെ പോകത്തില്ല, BDയും കൊണ്ടുപോകത്തില്ല, BTH കൊണ്ടുപോകത്തില്ല. അപ്പോൾ ചിലരായിരിക്കും MD ആണെങ്കിലോ ഡീമിൻ്റെ ആണെങ്കിലും അത് ചിലപ്പോൾ കൊണ്ടുപോകാൻ എനിക്കറിയത്തില്ല, വലിയ സംഗതിയില്ലേ. ഡാളസ് തിയോളജിക്കൽ സെമിനാരിൽ നിന്നൊക്കെ ഡീമിൻ്റെ അടുത്താൽ പിന്നെ അതില്ല സുഹൃത്തിപ്പാൻ പറ്റുമോ? അവരങ്ങനെ പോയിക്കോട്ടെ, എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല. നിങ്ങൾ പോകുന്നതിൽ എനിക്ക് ഒരു അസൂയമില്ല. പക്ഷെങ്കിൽ ലൈഫ്
അപ്പോൾ ലൈഫാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് തന്നെ ദൈവവചനപ്രകാരം റീഷേപ്ഡ് ആകണം. നിങ്ങൾ ഇതുപോലെ വചനം പഠിപ്പിക്കാൻ പ്രാഗൽഭ്യമുള്ളവരാകണം. കുറച്ച് നാൾ മുമ്പ് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം തമ്പുരാനെ, അങ്ങ് എഴുതിയ ഒറിജിനൽ ഹീബ്രു ഭാഷയിൽ നിന്ന് ബൈബിൾ വായിച്ച് പൊരുൾ തിരിച്ച് ഞങ്ങളുടെ മലയാളിൽ കൊടുക്കാൻ ഈ ഞാനൊരുത്തം മാത്രമേ ഉള്ളൂ. പണ്ട് ഏലിയാവ് ചോദിച്ചുള്ളൂ, ഞാനൊരുത്തം മാത്രമേ ശേഷിച്ചുള്ളൂ എന്ന്. അപ്പം കർത്താവിനോട് പറഞ്ഞെന്നറിയാം, അതുകൊണ്ടല്ലേ നീ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതാ, നീ ഇറങ്ങി അനേരെ പഠിപ്പിക്കുക. അങ്ങനെ അനേകായിരം ആളുകൾ തിരുവെഴുത്ത് പൊരുൾ തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവരായി ഈ തലമുറയിൽ ഉണ്ടാവണം. അവരുടെ കയ്യിൽ MTHO BDO BTHO ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം, തിരുവെഴുത്തറിയാമോ? സോ വേർഡ് ഇൻ ദ ഹാർട്ട്, നോട്ട് ക്വാളിഫിക്കേഷൻ ഇൻ ദ ഹാൻഡ്. കയ്യിലിരിക്കുന്ന യോഗ്യതാപത്രമായി BTHO BDO MTHO അല്ല, വചനത്തിൽ ഹൃദയത്തിൽ തിങ്ങി നീങ്ങുന്ന ദൈവത്തിൻ്റെ വചനം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പം സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്ന പ്ലാറ്റ്ഫോമിലാണ് നടത്തുന്നത്. ഇതിൻ്റെ മോഡസ് ഓപ്പറൻഡി എല്ലാം ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കുന്നതെല്ലാം നിങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ കിട്ടും. ഇനിയും ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ഏത് രീതി എൻ്റെ ടെലിഫോൺ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഒന്ന് സംശയം ഇടാം. അപ്പം ഞാനത് ക്ലിയർ ചെയ്യും. ദെൻ വാട്ട് ക്വാളിഫിക്കേഷൻ ഡു ഐ ഗെറ്റ്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് ഓഫർ എനി ക്വാളിഫിക്കേഷൻ. എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ള ആഗ്രഹത്തിൽ ആരും ഇതിനകത്ത് ജോയിൻ ചെയ്യരുത്. പക്ഷെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് എപ്പോഴും മാർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അനുസരിച്ച്. ആ പെർഫോമൻസ് ബേസിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രിട്ടനിലെ ഒരു രജിസ്റ്റേർഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, അംഗീകരിക്കപ്പെട്ട സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ അത് ഓഫർ ചെയ്ത് എനിക്കൊരു ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻ കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ ആരും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതാണ്ട് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി SBS എന്ന പ്രോഗ്രാമിനെ പറ്റി ഒരു മിനിമം ഐഡിയ കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. വിശുദ്ധ തിരുവെഴുത്തുകൾ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ, ഒറിജിനൽ സെറ്റിങ്ങിൽ, ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്നു. വ്യാഖ്യാനിക്കുന്നില്ല, പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്നു. തിരുവെഴുത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം പറയുന്നു. ബാബു ജോൺ വേറ്റവൽ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരഭിപ്രായം കിട്ടും, നിങ്ങൾക്ക് ഒരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ തിരുവെഴുത്തെന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ യു കനോട്ട് ഡിനൈ ഇറ്റ്. നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യം തിരുവെഴുത്താണ്. അപ്പം തിരുവെഴുത്ത് പഠിക്കാനുള്ള ഒരു അവസരമാണിത്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന ടെലിഫോൺ നമ്പറിൽ 2 വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വാട്സാപ്പ് നമ്പറിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ഫർദർ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള എൻറോൾമെൻറ്റ് ആരംഭിച്ചു. എൻറോൾമെൻറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ 3 മാസത്തേക്ക് ബേസിക്സ് മുഴുവൻ, ഹീബ്രുവിൻ്റെ ഒക്കെ ബേസിക്സ് മുഴുവൻ പഠിപ്പിക്കും. ദെൻ വി സ്റ്റാർട്ട് ദ ക്ലാസ്. താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ടെലിഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, ബന്ധപ്പെടാം, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. യു ക്യാൻ ജോയിൻ. May the Lord bless you. Thank you very, 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 very much. Bye.